പള്ളിക്കുദാശ, മൂന്നാം ചൊവ്വ, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദൈവത്തിനെയും മാമോസിനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ലോകത്തിൽ ജീവിക്കാൻ ഭൗതിക സമ്പത്ത്, സ്വർഗത്തിൽ ജീവിക്കാൻ ആത്മീയ സമ്പത്തും ആവശ്യമാണ്. ഭൗതിക സമ്പത്ത് ഏൽപ്പിക്കുന്നത് ദൈവമാണ്. അത് നീതിപൂർവം വിനിയോഗിക്കാത്ത അവിശ്വസ്തനായ ഭൃത്യന് താക്കീത് നൽകിയിട്ടും കൂടുതൽ മോശമാവുകയാണുണ്ടായത്. ശാസന കഴിഞ്ഞിട്ടും കൂടുതൽ വഷളായ അവനെ വീണ്ടും ന്യായീകരിക്കുന്നുണ്ട് ഉപമയിൽ. ഒപ്പം ഒരു താക്കീതും. ദൈവം നൽകിയ വലിയ അവസരം ദുരുപയോഗം ചെയ്താൽ ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തത നിത്യമായ അസ്വസ്ഥതയിൽ കലാശിക്കും. യഥാർത്ഥ ധനമായ ദൈവത്തെ ആസ്വദിക്കാൻ അവസരം നഷ്ടപ്പെടും. അതിനാൽ അധാർമിക സമ്പത്ത് വിറ്റ് ധനം ചെയ്യുവാനും പാഴാക്കിപ്പോകാത്ത പണസഞ്ചികൾ സംഭരിച്ച് വെച്ച് സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിച്ചു വയ്ക്കുവാനും യേശു ആഹ്വാനം ചെയ്യുന്നുണ്ട്. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. തുടർന്ന് വരുന്ന ധനവാന്റെയും ലാസറിന്റെയും ഉപമയും ഭോഷനായ ധനികന്റെ ഉപമയും യേശു മനുഷ്യന് സമ്പത്ത് കനിഞ്ഞു നൽകിയപ്പോൾ സമ്പത്തിനെ ദൈവമാക്കി മാറ്റി ശിക്ഷയേറ്റുവാങ്ങിയ സംഭവങ്ങളാണ്. സമ്പത്ത് കൊണ്ട് ദൈവത്തെ പ്രാപിക്കാൻ ഉപകാരപ്പെടണം. ഒരിക്കലും സമ്പത്തിനെയും ദൈവത്തെയും ഒരുമിച്ച് പൂജിക്കുക സാധ്യമല്ല. ഭൗതിക സമ്പത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന ധനികർക്ക് യാക്കോബ് ശ്ലീഹാ നൽകുന്ന മുന്നറിയിപ്പ് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. നീ അന്യമായി സമ്പാദിച്ചു വെച്ച സ്വർണ്ണക്കറ നിനക്കെതിരെ സാക്ഷ്യം പറയുന്നു. കൂലിക്കാരിൽ നിന്നും നീ പിടിച്ചു വെച്ച കൂലി നിനക്കെതിരെ നിലവിളിക്കുന്നു.